ഭീകരവാദം കൊണ്ട് നടക്കുന്ന പാകിസ്ഥാന് വീണ്ടും നരേന്ദ്രമോദി വൻ പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ്. വാക്കുകൾ കൊണ്ട് തന്നെ കൃത്യമായും അളന്ന് കുറിച്ച് തൂക്കിയെടുത്ത് പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രം കേട്ടത്. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇന്ത്യക്ക് നേട്ടമുണ്ടാകുന്ന നിരവധി കാര്യങ്ങൾ പ്രധാനമന്ത്രി നൽകാറുണ്ട്. കഴിഞ്ഞ ദിവസം രാഷ്ട്രത്തോടെ നടത്തിയ ആ സംബോധനയിൽ ഓരോ ഭാരതീയനും കൃത്യമായ വിവരങ്ങൾ നൽകുകയും നമ്മൾ ഭീകരവാദത്തിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനും അതിൻ്റെ കൂട്ടാളികൾക്കും കൂടിയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ വരികൾക്കിടയിലൂടെ പോകണം. വെറുതെ ഒരർത്ഥം ഗ്രഹിക്കാനല്ല, വരികൾക്കിടയിലൂടെ തന്നെ വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾ ഭീകരവാദം അല്ലെന്നുണ്ടെങ്കിൽ വ്യാപാരം ഇടപാട്, ഇത് രണ്ടും കൂടി നടക്കില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ഭാവി അവരുടെ കൈകളിൽ തന്നെയാണ് എന്നുള്ള കാര്യവും കൃത്യമായി നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. 3 ദിവസത്തെ വൻ പ്രഹരത്തിൽ ആ രാജ്യം എത്രത്തോളം പിന്നോട്ടടിച്ചു എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പണ്ടേ ദുർബല, അതിൻ്റെ കൂടെ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെയാണ് പാകിസ്ഥാൻ്റെ സ്ഥിതി. വലിയ ഭീകരവാദത്തിലൂടെ രാജ്യം കൊടും പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് തിരിഞ്ഞ് വീണ്ടും ആ രാജ്യത്ത് പട്ടിണി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധി തന്നെ പാർലമെൻറ്റിൽ കരഞ്ഞു വിളിച്ച് പറഞ്ഞത് നമ്മളെ രക്ഷിക്കാൻ ഇനിയും അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഗൗരവത്തിന് എത്രത്തോളം ആഴമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും ഭീകരവാദത്തിനും അത്തരത്തിലുള്ള ആയുധങ്ങൾക്കും ഭീകരാക്രമണത്തിനും വേണ്ടി മാത്രം മാറ്റിവെക്കുമ്പോൾ ആ രാജ്യം എത്രത്തോളം അധപ്പതിച്ചിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാഷ്ട്രത്തോടെ അഭിസംബോധന ചെയ്യുമ്പോൾ ബുദ്ധപൗർണമി ദിവസമായിരുന്നു. പലപ്പോഴും പ്രധാനമന്ത്രി പല ഉച്ചകോടികളിലും പോകുന്ന അവസരത്തിൽ അവിടെ പറയാറുണ്ട്, ഞാൻ ബുദ്ധൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. ബുദ്ധൻ്റെ നാട് സമാധാനം മാത്രം കൊണ്ട് നടക്കുന്നവരാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ലോകത്ത് എവിടെ യുദ്ധമുണ്ടായാലും അതിനെ നിരുത്സാഹപ്പെടുത്താൻ മാത്രമേ ഞങ്ങൾ ശ്രമിക്കാറുള്ളൂ. ഇവിടെ പാകിസ്ഥാൻ ഏറ്റ പ്രഹരമെന്ന് പറയുന്നത് അവിടെ ജനവാസ മേഖലകളിലേക്കോ സൈനിക ക്യാമ്പുകളിലേക്കോ ഒന്നുമല്ല, ഭീകരവാദികൾ പാർക്കുന്ന ഇടത്തിലേക്കാണ് ആ ആയുധങ്ങൾ ഏൽപ്പിച്ചത്. അപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന ഒരു കനത്ത നഷ്ടമെന്ന് പറയുന്നത് അവർ വീണ്ടും ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇന്ത്യയോടൊപ്പം തന്നെയുള്ള ആയുധശേഷി അവർക്കില്ല. അങ്ങനെ ആയുധശേഷിയോ സൈനിക ശേഷിയോ ഇല്ലാത്ത പാകിസ്ഥാൻ ഇന്ത്യ മഹാരാജ്യത്തിനോട് ഏറ്റുമുട്ടാൻ തയ്യാറെടുത്തു വന്നു. 3 ദിവസം കൊണ്ടവർ ഏതാണ്ട് എത്രയോ കൊല്ലം പിറകിലേക്ക് പോയി എന്നുള്ളതാണ്. ഇന്ത്യ എത്രത്തോളം വലിയ ശക്തിയാണ് സേനാബലത്തിലും ആയുധശക്തിയിലുമെന്ന് പാകിസ്ഥാൻ മാത്രമല്ല തിരിച്ചറിഞ്ഞത്, ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ പാകിസ്ഥാന് ഭീകരവാദത്തിന് കൂട്ടുനിൽക്കുന്നത് നിരവധി പേരുണ്ട്. ആ രാഷ്ട്രങ്ങളോടുമാണ് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. പ്രത്യേകിച്ച് ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഒരു രാഷ്ട്രം അതിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഭീകരവാദത്തിന് മാറ്റിവെക്കുകയാണ്. ലോകത്തെവിടെ ഭീകരാക്രമണം ഉണ്ടായാലും അതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ്റെ കൈകളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതെല്ലാ കാലത്തും
എല്ലായ്പ്പോഴും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുന്നു. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വളർച്ചയിൽ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ്. ആ അവസരത്തിലാണ് പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു ഏറ്റുമുട്ടൽ കഴിഞ്ഞത്. ഇതൊരു താൽക്കാലിക വിരാമമായിട്ട് മാത്രമേ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളൂ. ഇത് പൂർണ്ണമായിട്ടില്ല. പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഭീകരവാദം തുടച്ചു നീക്കണം. ഇനിയും പാകിസ്ഥാനിൽ നിന്ന് ഭീകരാക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായിട്ട് തന്നെ കണക്കിലെടുക്കും. യുദ്ധപ്രഖ്യാപനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. പലപ്പോഴും പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങളോട് പറയുന്നത്, ഇന്ത്യ പറയുന്നു പാകിസ്ഥാൻ ഭീകരാക്രമണമാണ്, ഭീകരവാദികളാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ അതിന് തെളിവ് എവിടെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇക്കുറി ഇന്ത്യ മഹാരാജ്യം തെളിവുകൾ തന്നെ കൊണ്ട് നിരത്തുകയാണ് ചെയ്തത്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തിനു മുൻപിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു വെച്ചത്. അതാണ് പാകിസ്ഥാൻ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നത്. ഭീകരവാദത്തിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് പാകിസ്ഥാൻ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ വെടിനിർത്തൽ താൽക്കാലികം. ഈ ഭീകരവാദത്തെയും ഭീകരാക്രമണത്തെയും ചെറുക്കും ഞങ്ങൾ. അത് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയോടൊപ്പം അത് കൂട്ടുനിൽക്കുന്നുമുണ്ട് പല രാജ്യങ്ങളും. ഈ ഭീകരവാദത്തിനെതിരെ പൊരുതാൻ ഇന്ത്യക്ക് ശക്തി പകരുന്നതിന് വേണ്ടി പലരും നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രഹരമൊന്ന് കുറഞ്ഞു കഴിഞ്ഞ അവസരത്തിൽ നമ്മുടെ രാജ്യത്ത് ഉടനെ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാകാൻ തുടങ്ങി. 1971 ഇന്ദിരാഗാന്ധിയെയും ഒക്കെ കൂട്ടുപിടിക്കാൻ തുടങ്ങി. അതിന് ഡോക്ടർ ശശി തരൂർ കൃത്യമായ മറുപടിയും നൽകി. അല്പമൊക്കെ നയതന്ത്ര കാര്യങ്ങൾ അറിയാവുന്ന വിദഗ്ധൻ കൂടിയാണല്ലോ ശശി തരൂര്. 1971 ഇന്ത്യ അല്ല 2024 ഇന്ത്യ. രണ്ടും വ്യത്യസ്ത സാഹചര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കണമെന്നാണ് ശശി തരൂർ രാഷ്ട്രത്തിനോട് തന്നെ പറഞ്ഞത്. ഇത് തെറ്റായ തരത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് തരൂർ അതിന് കൃത്യമായ ഇടപെടൽ നടത്തിയത്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അയഞ്ഞു വരുമ്പോൾ, രാജ്യം പഴയതുപോലെ ആകുമ്പോൾ അത് ഉടനെ മറ്റു പല രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതേതായാലും നടക്കില്ല എന്നുള്ളതിന് അറുതി വരുത്തിയിരിക്കുകയാണ് തരൂര്. തുടർച്ചയായിട്ട് നരേന്ദ്രമോദിയെ വാഴ്ത്തുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ കൃത്യമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി രാഷ്ട്രത്തോടെ നടത്തിയ ഈ പ്രസംഗം, അതിൽ കൃത്യതയോടുകൂടിയുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ ഏത് തരത്തിൽ നമ്മുടെ രാജ്യം സേനയിലൂടെ മുമ്പോട്ട് പോകുന്നു, സേനയ്ക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും അധികാരവുമാണ് നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഭീകരവാദികളെ നേരിടാൻ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എല്ലാം തന്നെ അർത്ഥഗർഭമാണ്.